ചെരുപ്പുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഉപയോഗിക്കുന്ന സ്ലിപ്പർ ചെരുപ്പുകൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടാലോ? റബ്ബർ തോട്ടത്തിൽ നിന്നും ഷീറ്റാക്കി കൊണ്ടുവരുന്ന റബ്ബർ ഷീറ്റിൽ നിന്നാണ് ചെരുപ്പ് നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടം. ഈ റബ്ബർ ഷീറ്റുകൾ റോളർ മെഷീനിലൂടെ ഒരുപാട് തവണ കടത്തിവിട്ട് നല്ലപോലെ അരച്ചെടുക്കുന്ന സമയത്ത് കളറിന് വേണ്ട മെറ്റീരിയൽസ്, സിന്തറ്റിക് റബ്ബർ, പശ എന്നിവയെല്ലാം ഘട്ടം ഘട്ടമായി ചേർത്ത് കൊടുക്കുന്നു. നിർമ്മാണത്തിലെ ഈ ഒരു ആദ്യഘട്ടം ബുദ്ധിമുട്ടേറിയതാണെങ്കിലും ചെരുപ്പിനാവശ്യമായ നിറത്തിലും കനത്തിലും ഈ മെറ്റീരിയൽസ് എല്ലാം കൂടി ഈ റോളറിനുള്ളിലൂടെ അരഞ്ഞ് ഷീറ്റ് രൂപത്തിൽ പുറത്തേക്ക് വരുന്നത് കണ്ടു നിൽക്കാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ചയാണ്. നല്ലപോലെ അരഞ്ഞ് പാകമായി റോളർ മെഷീനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഷീറ്റ് തൊട്ട് മുൻപിലെ ടേബിളിൽ ഇതുപോലെ നിവർത്തിയിടുന്നു. അതിനുശേഷം ഈ ഷീറ്റിന് മുകളിൽ സോപ്പ് ലായനി, അതായത് സോപ്പ് വെള്ളം നല്ലപോലെ തേച്ച് പിടിപ്പിക്കുന്നു. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ വലിയ ഷീറ്റ് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് 48 മണിക്കൂർ അട്ടിയിട്ട് സൂക്ഷിക്കുന്നു. ആ സമയത്ത് ഒരു ഷീറ്റ് മറ്റൊരു ഷീറ്റിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ സോപ്പ് ലായനി തേക്കുന്നത്. 2 ദിവസത്തിന് ശേഷമാണ് ഈ ഷീറ്റുകൾ അടുത്തൊരു പ്രോസസ്സിന് വേണ്ടി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പഴക്കം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഓരോ ഷീറ്റിൻ്റെ പീസിന് മുകളിലും അതാത് ദിവസത്തെ തീയതി കുറിച്ച് വയ്ക്കുന്നുണ്ട്. അടുത്തതായി ചെയ്യാൻ പോകുന്നത് 2 ദിവസമായി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള റബ്ബർ ഷീറ്റിൻ്റെ ചെറിയ പീസുകൾ എല്ലാം കൂടി മറ്റൊരു റോളർ മെഷീനിലൂടെ കടത്തിവിട്ട് നല്ലപോലെ അരച്ച് വലിയൊരു റബ്ബർ ഷീറ്റാക്കി പുറത്തേക്ക് എടുക്കുന്നു. ഈ ഒരു വലിയ ഷീറ്റിലാണ് കൃത്യമായിട്ടുള്ള ആവശ്യമായ മെഷർമെൻറ്റ് വെച്ചുകൊണ്ടുള്ള ചെറിയ പീസുകൾ കട്ട് ചെയ്തെടുക്കുന്നത്. ചെരുപ്പിലെ നീല ലെയറിന് ആവശ്യമായ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഇതുവരെയ്ക്കും നമ്മൾ കണ്ടത്. ഇതേ മെത്തേഡിൽ തന്നെയാണ് വൈറ്റ് ലെയറിന് ആവശ്യമായ വൈറ്റ് ഷീറ്റും ഉണ്ടാക്കിയെടുക്കുന്നത്. ബ്ലൂ ഷീറ്റും കനം കുറഞ്ഞ ലെയറിന് ആവശ്യമായിട്ടുള്ള വൈറ്റ് ഷീറ്റും ജോഡിയാക്കി വെച്ച് കട്ട് ചെയ്തെടുത്ത് കൃത്യമായ തൂക്കത്തിൽ അളന്ന് എടുത്ത് മാറ്റി വയ്ക്കുന്നു.
ഷീറ്റുകൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടി സോപ്പ് ലായനി പുരട്ടുന്നത് നേരത്തെ നമ്മൾ കണ്ടിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെയും ഷീറ്റുകൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ തുണി കൊണ്ട് മൂടി വയ്ക്കുന്നത്. ഇനി ഈ ഷീറ്റുകൾ ഇഞ്ചക്ഷൻ മോൾഡിൽ കയറ്റി വെച്ച് ഏകദേശം 5 മിനിറ്റ് നേരം ഹീറ്റ് ചെയ്ത് അതിനുശേഷം പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതോടുകൂടി നമ്മൾക്ക് ചെരുപ്പ് കട്ട് ചെയ്തെടുക്കുന്നതിനുള്ള ഷീറ്റ് തയ്യാറായി കഴിഞ്ഞു. മോൾഡിൽ കയറ്റി വെച്ച് 160 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ 2 ലെയറുകളും ഒന്നായി തീരുകയും ഇതിൻ്റെ വോളിയം വികസിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ചെരുപ്പുണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഷീറ്റുകൾ തയ്യാറായി കഴിഞ്ഞു. ഇനി ഈ ഷീറ്റിൽ നിന്നാണ് ചെരുപ്പിൻ്റെ ഡിസൈൻ കട്ട് ചെയ്തെടുക്കുന്നത്. പുതിയതായി ഉണ്ടാക്കിയെടുത്ത ഈ ഷീറ്റുകൾ ചുരുങ്ങിയതൊരു 10 ദിവസമെങ്കിലും ഗോഡൗണിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ പുതിയ ഷീറ്റുകൾ ഒരു ചെറിയ അളവിൽ ചുരുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നടക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു മിനിമം 10 ദിവസം എന്നുള്ളൊരു സമയം നൽകുന്നത്. ആദ്യം നമ്മൾ കണ്ടത് സെമി ഓട്ടോമാറ്റിക് മെഷീനും ഇപ്പോൾ ഈ കാണുന്നത് മാനുവലായി ഷീറ്റ് കട്ട് ചെയ്തെടുക്കുന്നതുമാണ്. ഏത് അളവിലുള്ള ചെരുപ്പാണോ വേണ്ടത് ആ അളവിലുള്ള അച്ച് ഈ മെഷീനിൽ വെച്ച് കൊടുത്തിട്ടാണ് ഷീറ്റ് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തെടുത്ത ചെരുപ്പുകൾ ജോഡിയാക്കി വയ്ക്കുന്നു. അടുത്തതായി ഇവയിൽ സ്ട്രാപ്പ് പിടിപ്പിക്കുന്നതിനുള്ള അതല്ലെങ്കിൽ വാറുകൾ പിടിപ്പിക്കുന്നതിനുള്ള ഹോളിടുക എന്നുള്ളൊരു ജോലിയാണ് ചെയ്യാൻ പോകുന്നത്. ഒരു ചെരുപ്പിലെ 3 ഹോളുകളും ഒരേ സമയമാണ് തുളയ്ക്കുന്നത്. വേസ്റ്റ് വരുന്ന ഈ ഭാഗം ക്രഷറിൽ കൊണ്ടുപോയി പൊടിച്ച് ചെറിയ അളവിൽ റീയൂസ് ചെയ്യുന്നു. ചെരുപ്പ് നിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് സ്റ്റിക്കർ ഒട്ടിച്ച് സ്ട്രാപ്പ് പിടിപ്പിച്ച് പാക്ക് ചെയ്യുന്ന കാഴ്ചകളാണ്.
ചെരുപ്പ് നിർമ്മാണത്തിൻ്റെ വിശദമായ കാഴ്ചകളും വിവരണവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതോടൊപ്പം ഈ കാഴ്ചകൾ നമുക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ലൂണാർ ചെരുപ്പുകൾ ഉണ്ടാക്കുന്നതിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു.